കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ കമ്മീഷനിംഗ് മെയ് 2 നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കും. ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് ലഭിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ആദ്യഘട്ടത്തിന്റെ പൂർണ്ണതയാണ് കമ്മീഷനിംഗ്. 2024 ജൂലൈ മുതലുള്ള കേരളത്തിന്റെ കാത്തിരിപ്പിനാണ് കമ്മീഷനിംഗ് തീയതി പ്രഖ്യാപിച്ചതോടെ അവസാനമായത്. മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് തന്നെ ഇതിനോടകം അഭിമാനമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നാടിന് സമർപ്പിക്കുക. കമ്മീഷനിംഗിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലേക്കും ഇതോടെ സർക്കാർ കടന്നു. ഇതിനോടകം തന്നെ ലോകപ്രശസ്തി ആർജിച്ച രൂപത്തിലോട്ട് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഈ ട്രയൽ റണ്ണിൻ്റെ പീരീഡിലും അതിനുശേഷം നടന്നിട്ടുള്ള പ്രവർത്തനങ്ങളിലും നമുക്ക് മുന്നോട്ട് വരാൻ കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ ഇന്ത്യയിൽ ഇതുവരെ വരാത്ത, ഒരുപക്ഷെ ഏഷ്യ ഭൂഖണ്ഡത്തിൽ തന്നെ വരാത്ത ഷിപ്പുകൾ MSCയുടെ ഈ കാലഘട്ടത്തിൽ വിഴിഞ്ഞത്ത് വന്നെടുത്തിരിക്കുന്നു എന്നുള്ളതേറെ ശ്രദ്ധേയമായ കാര്യമാണ്. ഇപ്പോൾ അതിൻ്റെ ഒന്നാം ഘട്ടം BGF കഴിഞ്ഞ ദിവസം ഒപ്പിട്ടതോടുകൂടി പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞു. ഒന്നാം ഘട്ടം 1ഉം 2ഉം പിണറായി സർക്കാരിൻ്റെ ശ്രമകരമായ നീക്കത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റെ മുഴുവൻ സാമ്പത്തിക സ്രോതസ്സും സംസ്ഥാന ഗവൺമെൻറ് വഹിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഒന്നാം ഘട്ടം പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നത്. 2024 ഡിസംബറിൽ തുറമുഖം വാണിജ്യതലത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. ജൂലൈ മുതൽ ഇതുവരെയായി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മദർഷിപ്പുകൾ ഉൾപ്പെടെയാണ് വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടത്. MSC തുർക്കി ഉൾപ്പെടെ 260ഓളം കപ്പലുകളാണ് ഇതുവരെയായി എത്തിയത്. 6 ലക്ഷത്തോളം TUE കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തു എന്ന ചരിത്ര നേട്ടവും വിഴിഞ്ഞം തുറമുഖം സ്വന്തമാക്കി കഴിഞ്ഞു. കമ്മീഷനിംഗ് കൂടി പൂർത്തിയാകുന്നതോടെ അന്താരാഷ്ട്ര തലത്തിൽ വിഴിഞ്ഞം തുറമുഖം അതിന്റെ സ്ഥാനം ഊട്ടിയുറപ്പിക്കുകയാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.